തന്റെ പാർട്ടിക്ക് വേണ്ടി ഗവൺമെന്റ് വക്കീലന്മാരെ നിയമിച്ചിരിക്കുന്നു. ആ കടലാസ് വെച്ച് AGയുമായി ചർച്ച ചെയ്തിരിക്കുന്നു. റൂൾ വായിച്ചു നോക്കണ്ടേ? മുഖ്യമന്ത്രി എല്ലാം പഠിച്ചു പറയുന്ന ആളല്ലേ. അവർക്ക് ശുപാർശ നൽകാൻ ഏതൊരാൾക്ക് പോലും മന്ത്രിമാർ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇതേപോലെ തന്നെ പറഞ്ഞു, മന്ത്രിമാരുടെ ശുപാർശയാണ് AIക്ക് പോലും പരിശോധിക്കാൻ പറ്റില്ല അവർ ആർക്കൊക്കെ വേണ്ടി വാദിച്ചിട്ടുണ്ട് എന്നുള്ളത്. റൂള് വളരെ കൃത്യമാണ്. റൂള് പറയുന്നത് AG നൽകുന്ന പാനലിൽ നിന്ന് വേണം അഭിഭാഷകരെ നിയമിക്കാൻ. അപ്പൊ AGയുടെ പാനൽ ഇല്ല എന്ന് വ്യക്തമായി. 2, ഇവർ നൽകിയ ലിസ്റ്റാണ് അടിസ്ഥാനം എന്ന് വ്യക്തമായി. 3, ആ ലിസ്റ്റ് വെച്ചിട്ടാണ് AGയുമായി ചർച്ച ചെയ്തത്. പ്രകടമായി ചട്ടലംഘനം, ഭരണഘടനാ ലംഘനം. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ പറയുന്നതിൽ നടപടിക്രമങ്ങൾ പഠിക്കാനും കുറച്ച് സമയം, ഞങ്ങളെയൊക്കെ ആക്രമിക്കാനും വ്യക്തിപരമായി അധിക്ഷേപിക്കാനും കാണിക്കുന്ന ഉത്സുകത നടപടിക്രമങ്ങൾ പാലിക്കാൻ എടുക്കണം. 2, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ നിയമം ഇപ്പോ പറഞ്ഞിട്ടുള്ള ആളുണ്ടല്ലോ, അദ്ദേഹം 3 6 പേരെ നിയമിച്ചില്ലേ? എന്തെങ്കിലും നടപടിക്രമം പാലിച്ചിട്ടാണോ? ഞങ്ങൾ 23 പേരെ വന്നു. AG പറഞ്ഞു ഞങ്ങളത് സാമ്പത്തികം നോക്കി, എന്നിട്ട് ഞങ്ങൾ ഈ 12 1 13 മതിയും തീരുമാനിച്ചു. അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ എല്ലാ കടലാസും അദ്ദേഹത്തിന്റെ ഉണ്ടാവും. ഇനി ഒന്നും കിട്ടില്ലെങ്കിൽ ഗവൺമെന്റ് ഉത്തരവ് വായിച്ചു നോക്കേണ്ടി ഒരു മുഖ്യമന്ത്രി. സാധാരണ പൗരന് കിട്ടുന്ന ഒരു ഗവൺമെന്റ് ഉത്തരവ് ഞങ്ങൾ ഇറക്കിയിരിക്കുന്നത് 2025 ജൂൺ 19 ആ ഗവൺമെന്റ് ഉത്തരവിന്റെ ഒപ്പം ക്യാബിനറ്റ് നോട്ടും പബ്ലിക് ഡൊമൈനിലുണ്ട്. മുഖ്യമന്ത്രി ആകണ്ട, മുഖ്യമന്ത്രി എന്ന ഭരണഘടനാ പദവി വേണ്ട ഈ കടലാസ് കിട്ടാൻ. ഏതൊരു മനുഷ്യനും, പൗരൻ പോലും ആകണ്ട, ഇന്റർനെറ്റ് പരതി കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും കിട്ടാവുന്ന ഗവൺമെന്റ് ഉത്തരവാണ്. ആ ഗവൺമെന്റ് ഉത്തരവിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ന് മുതലാണ് ഈ ആവശ്യം വച്ചിരിക്കുന്നത്. 2018 ഞങ്ങളുടെ മുൻപിൽ വന്നു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കണം, 25 ജഡ്ജിമാർ മാത്രമുള്ള സന്ദർഭം, അതിപ്പോ ഫങ്ഷണൽ ജഡ്ജിമാർ 40 സ്ട്രെങ്ത് 47 ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണമെന്ന് പറഞ്ഞിട്ട് തുടർച്ചയായി കത്തെഴുതി. ആ കത്തെഴുതിയതെല്ലാം ക്യാബിനറ്റ് നോട്ട് 3053 ഇത് പബ്ലിക് ഡൊമൈനിലുണ്ട്. ഇത് എന്റെ കയ്യിലുള്ള രഹസ്യരേഖയല്ല, പബ്ലിക് ഡൊമൈനിൽ ലഭിക്കുന്ന രേഖയാണ്. അതിനകത്തിന്റെ ചരിത്രം എല്ലാം പറയുന്നുണ്ട്. 2000 എന്നാണ് പുതിയത് വന്നിട്ടുള്ളത്. 2018 AG കത്ത് നൽകി പ്ലീഡർമാരുടെ എണ്ണം 9 വീതം എന്ന് വെച്ചാൽ 18 പേരെ പുതുതായി സൃഷ്ടിക്കണം. അതിന്റെ കാരണം 9 ജഡ്ജിമാർ പുതുതായി നിയമിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അത് പരിഗണിക്കപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ കത്ത് 19 നൽകി. പിന്നെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം വീണ്ടും ഈ കത്ത് നൽകി. അങ്ങനെ ഓരോ തവണ നൽകി. 25 ജഡ്ജിമാരുള്ളപ്പോൾ 40 ജഡ്ജിമാരായി. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ എണ്ണം വർദ്ധിപ്പിക്കണമെന്നുള്ളത് ഇത്രയും വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ഗവൺമെന്റ് ഉത്തരവുള്ളപ്പോൾ ഒരു മുഖ്യമന്ത്രി നടപടിക്രമങ്ങൾ ഒന്നും അവർ പാലിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങനെയല്ല എന്ന് എങ്ങനെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഓരോന്നും കഴിയുമ്പോൾ ക്രെഡിബിലിറ്റി കുറയല്ലേ? അതല്ലേ ഞങ്ങൾ അദ്ദേഹത്തോട് സ്നേഹം കൊണ്ടല്ലേ പറയുന്നത്. ഇതൊന്ന് വായിച്ചു നോക്കണ്ടേ? എല്ലാം വായിച്ചു പഠിക്കുന്ന ആളല്ലേ. ഇപ്പം സംഭവിച്ചു, ഈ ഉത്തരവ് വന്നിരിക്കുന്നത് 19/6/2025 ഞങ്ങൾ 21 ചുമതല എടുത്തല്ലോ ഞാൻ മന്ത്രിയായിട്ട്. ഏറ്റവും ഈ നടപടിക്രമങ്ങൾ എല്ലാം പാലിച്ച് അവരാവശ്യപ്പെട്ടതിൽ നിന്ന് ഫിനാൻസിന്റെ അഭിപ്രായം പരിഗണിച്ച് ആദ്യം അത് റിജക്ട് ചെയ്തു. വീണ്ടും ജഡ്ജിമാരുടെ എണ്ണം കൂടി. അപ്പൊ ഞങ്ങൾ അവരോട് ചോദിച്ചു കേസുകളുടെ എണ്ണം എത്രയുണ്ട്, ഓരോ വക്കീൽ എത്ര കേസ് കൈകാര്യം ചെയ്ത്, ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും AG നിയമ സെക്രട്ടറി ചർച്ച നടത്തി. അത് വീണ്ടും ഫിനാൻസിലേക്ക് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവിൽ ഞങ്ങൾ 6 എണ്ണം വെച്ചത്. ഇന്ന് അദ്ദേഹം പറയുന്നു പഠിച്ചു പറയണ്ടേ, 3 സ്പെഷ്യൽ പ്ലീഡർമാര് 3 GPമാരെയും. ആരോ സ്പെഷ്യൽ പ്ലീഡർമാരെ വെച്ചേക്കണേ? 3 സീനിയർ GP 3 GP. ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും ഒരു മുഖ്യമന്ത്രിയാണ് പറയുന്നത്. പ്രതിപക്ഷ നേതാവാകുമ്പോ എന്തു പറയാം, വായുരക്കിടാം. ഇത് ഭരണഘടനാ പദവിയാണ്. അദ്ദേഹം പറയുന്നതാണ് ആധികാരികമായി ഗവൺമെന്റിന്റെ വസ്തുതാപരമായ നിലപാട്. ഈ രേഖയുള്ളപ്പോ ഞങ്ങൾ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് എന്തടിസ്ഥാനത്തിൽ, ഏത് പഠിച്ചിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്? ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പഠിച്ചു വയ്ക്കുന്നയാൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും 12 പേര് ഇവിടെയും ഒരാളെ സീനിയർ GP ആയിട്ട് സുപ്രീം കോടതിയിൽ പൊതുവെ പോസ്റ്റ് സൃഷ്ടിച്ചത്? ആ പോസ്റ്റ് സൃഷ്ടിക്കണമെന്നുള്ളത് ഫിനാൻസിലേക്ക് പോയിട്ടുണ്ടോ? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞങ്ങളുടെ മന്ത്രിസഭയിലെല്ലാം GPമാരെ നിയമിക്കുന്നത് സാധാരണ അജണ്ട എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം GPമാരെ വെച്ചത് സാധാരണ അജണ്ടയാണോ ഔട്ട് ഓഫ് അജണ്ടയാണോ? ഔട്ട് ഓഫ് അജണ്ട ആകുമ്പോൾ ഈ ഫയലുകളും അതിന്റെ രേഖകളും ഒന്നും തന്നെ നോക്കാൻ മറ്റു മന്ത്രിമാർക്ക് അവസരം കിട്ടില്ല. അപ്പൊ പ്രകടമായി കോൺഗ്രസിന്റെ ലിസ്റ്റാണ് എന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചിരിക്കുന്നു. 2, അദ്ദേഹം ഞങ്ങൾ നടപടിക്രമം പാലിക്കാതെ വെച്ചു എന്നുള്ളത് വസ്തുതാപരമായി തെറ്റ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം.
ഞങ്ങൾ 25 ജഡ്ജിമാരുള്ളിടത്ത് 40 പേരായപ്പോഴാണ് 3 സീനിയർ GP 3 GP 3 തവണ റിജക്ട് ചെയ്തതിനു ശേഷം സാമ്പത്തിക സ്ഥിതി എല്ലാം പരിശോധിച്ച് എണ്ണം ചുരുക്കി തീരുമാനിച്ചത്. ആ ഘട്ടത്തിൽ ഇപ്പൊ വന്ന ഉടൻ തന്നെ ലിസ്റ്റിനനുസരിച്ച് കട്ടിലിനനുസരിച്ച് ആളിനനുസരിച്ച് കട്ടിലിനനുസരിച്ച് ആളുടെ കാല് മുറിക്കുന്ന പോലെ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തു.